ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അതിനായി ഫസ്റ്റായിട്ട് വേണ്ടത് ഒരു പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോഴേക്കും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 4 സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് 4 മുട്ട പുഴുങ്ങിയത് ഇതുപോലെ വരഞ്ഞ് മുട്ടക്കറിയിൽ ഇട്ട് കൊടുക്കാം. മുട്ടയെല്ലാം ഇങ്ങനെ ചെയ്ത ശേഷം നമുക്ക് മുട്ടക്കറിയുമായി ഇത് മിക്സ് ചെയ്യാം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് 5 മിനിറ്റ് മുട്ടക്കറി വേവിച്ചെടുക്കാം. അപ്പോഴേ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.